നമസ്കാരം. മല കയറുന്ന ഓരോ അയ്യപ്പ ഭക്തനും 18-ാം പടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു വിശ്വാസമുണ്ട്. അത് വെറും ക്ഷേത്ര വിശ്വാസമല്ല, കോടിക്കണക്കിന് മനുഷ്യരുടെ ആത്മസമർപ്പണത്തിന്റെ വിശ്വാസമാണ്. എന്നാൽ ഇന്ന് ആ വിശ്വാസത്തിന്റെ മേൽ വീണ്ടും ഒരു ചോദ്യം ഉയരുകയാണ്. സ്വർണ്ണക്കേസിന്റെ പൊടി അടങ്ങിയിട്ടില്ല. അതിനിടെയാണ് ശബരിമലയിലേക്കുള്ള നെയ് വിതരണത്തിലും കോടികളുടെ ക്രമക്കേട് നടന്നെന്ന ഗുരുതര ആരോപണം പുറത്തുവരുന്നത്. ശബരിമല ക്ഷേത്രത്തിലേക്ക് നെയ് വിതരണം ചെയ്തതിൽ ക്രമക്കേടെന്നാണ് സൂചന. മിൽമ നൽകിയ നെയ് മറിച്ചു വിൽക്കുകയും പകരം തമിഴ്നാട്ടിൽ നിന്നുള്ള വില കുറഞ്ഞ നെയ് ക്ഷേത്രത്തിലെത്തിക്കുകയും ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് സൂചന. ലിറ്ററിന് 540 രൂപ നിരക്കിൽ 2 ലക്ഷം ലിറ്റർ നെയ് വാങ്ങാനാണ് തിരുവിതാംകൂർ ദേവസ്വവും മിൽമയുടെ തിരുവനന്തപുരം യൂണിയനും തമ്മിൽ കരാറൊപ്പിട്ടത്. ഇതിൽ 1.5 ലക്ഷം ലിറ്റർ നെയ്യാണ് നവംബറിനും ജനുവരിക്കും ഇടയിൽ മിൽമ നൽകിയത്. മിൽമയുടെ 1 ലിറ്റർ നെയ്യിന് 720 രൂപയാണ് പൊതുവിപണിയിലെ വില. തമിഴ്നാട്ടിൽ നിന്ന് ലിറ്ററിന് 350 രൂപ നിരക്കിൽ നെയ്യ് ലഭിക്കും. മിൽമയുടെ പേരിൽ മറിച്ചു വിറ്റാൽ ഇരട്ടി ലാഭമെന്ന് അർത്ഥം. 3 സാഹചര്യ തെളിവുകളാണ് ക്രമക്കേടിലേക്ക് വിരൽ ചൂണ്ടുന്നത്. നെയ്യ് സന്നിധാനത്തും പമ്പയിലുമൊക്കെ എത്തിച്ചു നൽകേണ്ട ചുമതല മിൽമയ്ക്കാണ്. പത്തനംതിട്ട ഡയറിയിൽ നിന്നും സന്നിധാനത്തും പമ്പയിലുമൊക്കെ നെയ്യ് എത്തിക്കുന്നതിന് മിൽമ കടത്തു കരാർ നൽകിയത് 15 ലിറ്ററിന്റെ ഒരു ടിൻ നെയ്യിന് 19 രൂപ എന്ന നിരക്കിലാണ്. ടെൻഡറിൽ പങ്കെടുത്ത രണ്ടാമത്തെ ഏജൻസി നൽകിയ നിരക്കാകട്ടെ ടിന്നിന് 44 രൂപ. ഇത്രയും വലിയ വ്യത്യാസം കടത്തു നിരക്കിൽ വന്നതാണ് ക്രമക്കേടിന്റെ ആദ്യ സൂചന നൽകുന്നത്. 2 ലക്ഷം ലിറ്ററിന് കടത്തു കരാർ വിളിച്ചാൽ ഈ ടെൻഡർ വേണ്ടിവരുമെന്നതിനാൽ 50,000 ലിറ്ററുള്ള കരാറാണ് വിളിച്ചതും ഉറപ്പിച്ചതും. കൂടുതൽ പേർ പങ്കെടുക്കുന്നത് ഒഴിവാക്കാൻ ഈ ടെൻഡർ വേണ്ടെന്ന് വെച്ചതായാണ് ആക്ഷേപം. പത്തനംതിട്ട മിൽമ ഡയറിയിൽ നിന്ന് നെയ് ശബരിമലയിൽ എത്തിച്ച 3 വാഹനങ്ങളും തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ളതാണ്. ഈ 3 വാഹനങ്ങളും 2 വർഷമായി ഒരു ഇ-വേ ബിൽ പോലും ഉണ്ടായിട്ടില്ല എന്നും സൂചനയുണ്ട്. 50,000 രൂപയിൽ കൂടുതലുള്ള സാധനങ്ങൾ കടത്തുമ്പോൾ ഇ-വേ ബിൽ നിർബന്ധമാണ്. ശബരിമലയിലേക്കുള്ള നെയ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പതിവായി പരിശോധിക്കാറുണ്ട്. FSSAI പരിശോധിച്ച 1.5 ലക്ഷം ലിറ്റർ നെയ്യിലും ഒരേ ബാച്ച് നമ്പറാണുള്ളത്. ഒരിക്കലും ഇത് സംഭവിക്കാനിടയില്ല എന്ന് മിൽമയിലെ ചില ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. പരമാവധി 5000 ലിറ്റർ വരെയാണ് ഒരു ബാച്ചിൽ ഉണ്ടാവുക എന്നിരിക്കെ 1.5 ലക്ഷം ലിറ്റർ നെയ്യിലും ഒരേ ബാച്ച് നമ്പർ വന്നത് ദുരൂഹമാണ്. എല്ലാ ലോഡുകളും പരിശോധിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഒറ്റ ബാച്ച് നമ്പർ കാണിച്ചത് എന്നതാണ് വിവരം. ആരൊക്കെയാണ് ക്രമക്കേടിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് വ്യക്തമായിട്ടില്ല. ഇവിടെയാണ് രാഷ്ട്രീയ ചോദ്യം വീണ്ടും ഉയരുന്നത്. മുൻ സംസ്ഥാന സർക്കാർ നേരിട്ട് കുറ്റക്കാരനാണ് എന്നതിന് ഈ കാര്യങ്ങളിൽ ഒന്നും തെളിവില്ല. പക്ഷേ സംസ്ഥാന നിയന്ത്രണത്തിലുള്ള ദേവസ്വം സംവിധാനത്തിൽ ഒന്നിന് പിന്നാലെ ഒന്നായി ഉയരുന്ന ആരോപണങ്ങൾക്കിടയിൽ ഭരണകൂടത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? വിശ്വാസികളുടെ സംശയങ്ങൾ അകറ്റാൻ മതിയായ സുതാര്യത ഉണ്ടായിരുന്നു. കുറ്റക്കാരെ കണ്ടെത്താൻ ആവശ്യമായ വേഗതയും കർശനതയും കാണിച്ചു. ഈ ചോദ്യങ്ങളാണ് പൊതുസമൂഹം ഉയർത്തുന്നത്. ഒരു ക്ഷേത്രത്തിന്റെ സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ നഷ്ടമാകുന്നത് സ്വർണമോ നെയ്യോ മാത്രമല്ല, ഭക്തരുടെ വിശ്വാസം കൂടിയാണ്. വിശ്വാസം തകരുമ്പോൾ കണക്ക് പുസ്തകങ്ങൾ കൊണ്ട് അത് തിരികെ നേടാനാവില്ല. അതുകൊണ്ട് തന്നെ ശബരിമലയെ ചുറ്റിപ്പറ്റിയുള്ള ഓരോ ആരോപണവും ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ പരിധി കടന്ന് സാംസ്കാരികവും ആത്മീയവുമായ ഒരു പ്രതിസന്ധിയായി മാറും. ഇന്ന് കേരളം ഉത്തരം തേടുന്നത് വളരെ ലളിതമായ ഒരു ചോദ്യത്തിനാണ്. ശബരിമലയിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന ഈ തുടർച്ചയായ ക്രമക്കേടുകൾ വെറും ചില വ്യക്തികളുടെ തട്ടിപ്പാണോ, അതോ ആരും കാണാത്തതായി നടിച്ച ഒരു വലിയ സംവിധാനപരമായ വീഴ്ചയുടെ ലക്ഷണമോ? അന്വേഷണങ്ങൾ പൂർത്തിയാകട്ടെ, സത്യം പുറത്തു വരട്ടെ. പക്ഷെ അതുവരെ ഒരു കാര്യം ഉറപ്പാണ്: അയ്യപ്പന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് മേൽ വീണ സംശയത്തിന്റെ നിഴൽ കേരള സമൂഹത്തെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരിക്കും.